ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും പുതുവത്സര റാലിയും റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. ഫോർട്ട് കൊച്ചി കാർണിവൽ കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ ഒഴിവാക്കിയെങ്കിലും ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടത്തും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, പരിപാടികൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? വിഷ്ണു, സാധാരണഗതിയിൽ ഫോർട്ട് കൊച്ചിയിലെ പുതുവത്സരാഘോഷം നടത്തുന്നത് കാർണിവൽ കമ്മിറ്റിയാണ്. അത് രാത്രി 12 മണിയോട് പാപ്പാഞ്ഞിയെ കത്തിക്കുകയും 1-ാം തീയതി വലിയ റാലി നടത്തുകയാണ് ചെയ്യാറ്. പക്ഷേ മൻമോഹൻ സിംഗിന്റെ മരണത്തോടുകൂടി ആ ആഘോഷങ്ങൾ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ റാലി നടത്താനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. ഇന്ന് കളക്ടറുമായ ഒരു മീറ്റിംഗ് ഉണ്ട്. 2 മണിയോടുകൂടി അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവും. 2-ാം തീയതി റാലി നടത്താം എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ ഗാലാഡി ഫോർട്ട് കൊച്ചി, ഇതാണ് നേരത്തെ വിവാദമായ ആ പപ്പാഞ്ഞി, 40 അടി ഉയരമുള്ള പപ്പാഞ്ഞി. ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിനാണ് പോലീസ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. പിന്നീട് ഈ ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘടന കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് പാപ്പാഞ്ഞിയെ കത്തിക്കും. അത് പരേഡ് മൈതാനത്തായിരിക്കില്ല, മറിച്ച് ഈ വെളി മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന ഇക്കാണുന്ന പാപ്പാഞ്ഞിയായിരിക്കും. അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കോടതി ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഇക്കാണുന്ന ബാരിക്കേഡ് അത് നേരത്തെ 40 അടി ദൂരത്തിലായിരുന്നു. അത് കോടതി നിർദ്ദേശപ്രകാരം 70 അടി ദൂരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 44ഓളം ക്യാമറകൾ ഈ വെളി മൈതാനത്ത് മാത്രം വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആക്സസ് കൺട്രോൾ റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഈ വിദേശത്ത് നിന്ന് നടത്തുന്ന ആളുകൾക്ക്, വിദേശ സഞ്ചാരികൾ അടക്കമുള്ള ആളുകൾക്ക് പ്രത്യേക പവലിയൻ സജ്ജീകരിക്കും. ഒപ്പം മെഡിക്കൽ എയ്ഡൻസുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾ അടക്കമുണ്ടാകും. ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം DCP എത്തി കൃത്യമായി ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഫോർട്ട് കൊച്ചിയിൽ 2 പപ്പാഞ്ഞികൾ സാധാരണ കത്തിക്കാറുണ്ടെങ്കിൽ അത് ഇത്തവണ 1-ആയി ചുരുങ്ങുന്നു. അത് കാർണിവൽ കമ്മിറ്റിയുടെ ഔദ്യോഗിക പപ്പാഞ്ഞി അല്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകതയുള്ളത്. ഈ ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന കൂട്ടായ്മയാണ് ഇത്തവണ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഏകദേശം 1000-ലും വരുന്ന പോലീസ് സേന ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ ഒരുക്കും. ഏകദേശം 2 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ നമ്മൾ ഈ വെളി മൈതാനത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. പൂർണ്ണ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള അപകടങ്ങൾക്കും വഴിവെക്കാതെയുള്ള പരിപാടികളൊക്കെയാണ് ആലോചിച്ചിരിക്കുന്നത്. 2020-ൽ ചെറിയ സ്റ്റാമ്പേഡ് പോലുള്ള സാഹചര്യങ്ങളൊക്കെ ഈ പറയുന്ന പരേഡ് മൈതാനത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒഴിവാക്കി ഇത്തവണ കൃത്യമായ ധാരണയോടുകൂടി ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലാണ് ന്യൂ ഇയർ ആഘോഷ പരിപാടികളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. അടിക്കടി പോലീസിന്റെ മോണിറ്ററിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ കൊച്ചി പുതുവർഷാഘോഷത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയോടുകൂടിയായിരിക്കും അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തുക. വിഷ്ണു, ഈ 2ഇടത്ത് പരിപാടികൾ നടക്കുന്നതിലുള്ള ചില തടസ്സങ്ങളൊക്കെ നേരത്തെ പോലീസ് ചൂണ്ടിക്കാട്ടിയതായിരുന്നു. ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സുരക്ഷ ഒരുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടൊക്കെ നേരത്തെ സ്വീകരിച്ചിരുന്നു. ഒരുപക്ഷെ അത് കോടതിയിലേക്ക് കയറാനൊക്കെയുള്ള സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങുകയാണോ വിഷ്ണു? രജിത്ത്, അത് കോടതി ഇടപെടലോടുകൂടി തന്നെ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നിരുന്നു. അതായത് കോടതി തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ്. 2ഇടത്ത് കത്തിക്കാം എന്നായിരുന്നു കോടതി പറഞ്ഞത്. പക്ഷേ നിലവിൽ ഈ മൻമോഹൻ സിംഗിന്റെ മരണത്തോടുകൂടിയാണ് കാർണിവൽ കമ്മിറ്റി അവരുടെ ഔദ്യോഗിക പരിപാടികളും റാലിയും ഒക്കെ ഒഴിവാക്കിയത്. അപ്പോഴും ഈ വെളി മൈതാനത്തെ ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് വേണ്ടി ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഘട്ടത്തിൽ 70 അടിയെങ്കിലും ദൂരത്തിൽ ആളുകളെ ക്രമീകരിക്കണം, തൊട്ടടുത്തേക്ക് ആരും എത്തരുത് എന്നുള്ളതാണ്. അതിൽ പ്രകാരം ഇപ്പോൾ ഈ കാണുന്ന, നേരത്തെ ഇത് കുറച്ചുകൂടി അടുത്തായിരുന്നു ഈ ബാരിക്കേഡ്, അതിപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം പിന്നോട്ടേക്ക് ആക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് പോലീസിനെ വിന്യസിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസ് ഉണ്ടാകും. ഒപ്പം ഫയർഫോഴ്സ്, ഏകദേശം 6-ലധികം വരുന്ന ഫയർഫോഴ്സ് യൂണിറ്റ് ഉണ്ടാകും. ഇതെല്ലാം സമർപ്പിച്ചൊരു റിപ്പോർട്ട് DCP അടുത്ത ദിവസം തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമായും സജ്ജീകരിച്ചുകൊണ്ടാണ് വെളി മൈതാനത്ത് ഇത്തരത്തിൽ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. കഴിഞ്ഞ തവണ വെളി മൈതാനത്ത് പപ്പാഞ്ഞിയെ ഒരുക്കിയെങ്കിലും അത് കത്തിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ചില നിർദ്ദേശങ്ങളൊക്കെ പോലീസ് നൽകിയിരുന്നു. അത് ചുമ്മാ ഇങ്ങനെ ഈ കാണുന്നത് പോലെ അത് അവിടെ വെറുതെ ഇങ്ങനെ വെക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, അവർ കത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പപ്പാഞ്ഞിയുടെ പണിയെല്ലാം നേരത്തെ പൂർത്തിയാക്കിയത്. അപ്പോഴാണ് പോലീസ് ഇങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു നിർദ്ദേശം, കത്തിക്കരുത് എന്നൊരു നിർദ്ദേശം നൽകുന്നത്. അതിനെ ചോദ്യം ചെയ്താണ് കോടതി പോയത്. പക്ഷേ കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടി ഉണ്ടായി. ഇനിയിപ്പോൾ സാങ്കേതികമായ ഒരു തടസ്സവുമില്ല. ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് കൊച്ചി. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കൊച്ചിയിൽ ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ സജ്ജീകരിച്ചിരുന്നത്, നടത്തിയിരുന്നത് കാർണിവൽ ആഘോഷ കമ്മിറ്റിയാണ്, ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടി. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതൊരു ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന പശ്ചിമ കൊച്ചിയിലെ ഒരു കൂട്ടായ്മയാണ്. ഒരു കൂട്ടം ആളുകളുടെ ഒരു വെളി ഗ്രൗണ്ടിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്ത് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതും പുതുവത്സര റാലിയും റദ്ദാക്കിയിട്ടുണ്ട്.